ഹലോ, വെൽക്കം ടു അച്ചൂസ് പാരഡൈസ്. ഇന്ന് നമുക്ക് ടിക്കകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മലായി ടിക്ക എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും 5-6 കശുവണ്ടിയും കൂടി നന്നായി ചതച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിൽ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രഷ് ക്രീം. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരും ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും. ചാറ്റ് മസാല നിർബന്ധമില്ല. പിന്നെ 1 ടീസ്പൂൺ കസ്തൂരി മേത്തിയും കൂടി ചേർക്കാം. ഇനി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ക്യൂബുകളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഇട്ട ശേഷം നന്നായി മസാലയോട് യോജിപ്പിക്കാം. ഇനി നമുക്കിത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെക്കാൻ സമയമുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചക്കറികളാണ്. സവാള, പല നിറത്തിലുള്ള ക്യാപ്സിക്കം, തക്കാളി എന്നിവ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊരു സ്റ്റിക്കിലേക്ക് കോർക്കണം. അതിനായിട്ട് ചിക്കൻ ഇടയിൽ നമുക്ക് ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിയും വെച്ച് കൊടുക്കാം. പച്ചക്കറികൾ ഒന്ന് മസാലയിൽ മുക്കി വയ്ക്കുന്നതാണ് നല്ലത്. ഒരു സ്റ്റിക്കിൽ കുറഞ്ഞത് 4-5 ചിക്കൻ മാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ ഒരുപാട് വലിയ കഷ്ണങ്ങളായ വേവാൻ കഷ്ടമാവും. കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക. ഇങ്ങനെ നമുക്കൊരു ഈ ചിക്കൻ കൊണ്ടൊരു 3-4 സ്റ്റിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഈ സ്റ്റിക്ക് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് കണലിലേക്ക് വയ്ക്കാം. ഞാനിവിടെ കണലുണ്ടാക്കിയിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ അടുപ്പത്തും വയ്ക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറോ ഒലിവ് ഓയിലോ ഒഴിച്ച് സ്റ്റിക്ക് അതിലേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും കുറച്ച് നേരം വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. അവസാനം പുക കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ ചാർക്കോൾ കത്തിച്ചിട്ട് മൂടി വെച്ച് പുക കൊള്ളിച്ചാൽ മതി. ഇവിടെ ഞാൻ കണൽ കത്തിച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്, പുറത്ത് വെച്ചിട്ട്. ഇതാകുമ്പോൾ വേഗമായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിക്കയാണ്. നല്ല ക്രീമി ആയിരിക്കും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അവസാനമായിട്ട് ഇനി നമുക്കിതിലേക്ക് ബട്ടറാണ് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മലായി ടിക്ക റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിക്കയാണ്. കുബൂസിൻ്റെ ഒപ്പമോ മന്തി റൈസോ ബിരിയാണി റൈസോ എല്ലാം ഇതിന് അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യുക. താങ്ക് യു. മറക്കാണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക.